1 പതിക്കുമ്പോൾ 100. ഇസ്രായേലിനെതിരെ ഇറാൻ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം ക്ലസ്റ്റർ ബോംബ്. സാധാരണ ബോംബുകളെ അപേക്ഷിച്ച് വലിയ ആഘാതവും വിനാശവും വരുത്തിവെക്കും ക്ലസ്റ്റർ ബോംബ്. തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്തേക്ക്, അതായത് ഡെസ്റ്റിനേഷനിലേക്ക് എത്തുമ്പോൾ 100 കണക്കിന് ബോംബുകളായി ഇവ പൊട്ടിത്തെറിക്കും. ലക്ഷ്യം വെക്കാത്ത സ്ഥലത്ത് പോലും എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നാശനഷ്ടങ്ങളുടെയും ആക്രമണത്തിന്റെയും തീവ്രത വർദ്ധിപ്പിക്കുന്നു. ജനവാസ മേഖലയിൽ ക്ലസ്റ്റർ ബോംബുകൾ വീണാൽ ഉണ്ടാകുന്ന ആഘാതം അത് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പത്തിൽ നാശനഷ്ടമുണ്ടാക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്ലസ്റ്റർ ബോംബുകളുടെ നിർമ്മാണം. ഒട്ടേറെ ചെറു ബോംബുകൾ അടങ്ങിയവയാണ് ക്ലസ്റ്റർ ബോംബ്. കരയിൽ നിന്നോ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ നിന്നോ ആകാശത്ത് നിന്നോ ഇവ പ്രയോഗിക്കാം. ഒരു ക്ലസ്റ്റർ ബോംബിനകത്ത് 2000-നടുത്ത് ചെറു ബോംബുകളുണ്ട്. ഇവയെ വിളിക്കുന്നത് ബോംബ്ലെറ്റുകൾ എന്നാണ്. പൊട്ടിത്തെറിച്ച ക്ലസ്റ്റർ ബോംബിനേക്കാൾ ഭയാനകമാണ് പൊട്ടിത്തെറിക്കാതെ ചിതറിക്കിടക്കുന്ന ക്ലസ്റ്ററുകൾ. പലപ്പോഴും വീഴുമ്പോൾ പൊട്ടിത്തെറിക്കാതെ നിലത്ത് വീണ് കിടക്കും ഈ ബോംബുകൾ. ആരെങ്കിലും അതിൽ തൊട്ടാൽ അല്ലെങ്കിൽ ചവിട്ടിയാൽ അപ്പോൾ പൊട്ടിത്തെറിക്കും. പൊട്ടാതെ അവശേഷിക്കുന്ന ബോംബുകൾ കണ്ടെത്തി അവ നിർവീര്യമാക്കുക എന്നത് ഭാരിച്ച ചെലവുള്ള കാര്യമാണ്. പൊട്ടാതെ അവശേഷിക്കുന്ന ക്ലസ്റ്റർ ബോംബിന്റെ ഇരകളിൽ 90%-ലധികവും സാധാരണക്കാരാണ്. അതിൽ തന്നെ 40% കുട്ടികളാണ്. 2008-ൽ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധമാണ് ക്ലസ്റ്റർ ബോംബ്. ക്ലസ്റ്ററിന്റെ നിർമ്മാണം, ഉപയോഗം, സംഭരണം, കൈമാറ്റം ഈ 4ഉം നിർത്തലാക്കണമെന്ന വ്യവസ്ഥയിൽ 100-ലധികം രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക, റഷ്യ, യുക്രൈൻ ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം, ശ്രദ്ധിക്കണം. വിയറ്റ്നാം യുദ്ധ സമയത്ത് ലാവോസിൽ 26 കോടി ക്ലസ്റ്റർ ബോംബുകൾ അമേരിക്ക വർഷിച്ചു എന്നാണ് കണക്ക്.